ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മലായ് മുട്ടക്കറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത്. അതുപോലെ തന്നെ നമുക്കിതിക്ക് മസാലൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഉള്ളി തക്കാളി ഒന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അത് നമ്മളിങ്ങനെ കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ബോറിംഗ് ആയിരിക്കും കേൾക്കുമ്പോൾ. അപ്പോൾ അതുപോലെ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 3 ഉള്ളി, 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഓയിൽ വേണം, പാല് വേണം, പിന്നെ ഉപ്പ്, ഒരു 4 കോഴിമുട്ട, പിന്നെ കുരുമുളക്, ഗരം മസാല, ചെറിയ ജീരകം പൊടിച്ചത്. ഇത്രയും സാധനങ്ങൾ ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരക്കണത് നന്നായിട്ട് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കേണ്ട സമയമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മിക്സിയിൽ ഇടാനുള്ള പാകത്തിനൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്നുകൂടെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത്രയും സമയം ലാഭിക്കാമല്ലോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വെള്ളം വറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നിച്ചായതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ഇപ്പം ഏകദേശമൊക്കെ നമ്മുടെ ഇത് മസാല ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു മസാലകളും ചേർക്കണില്ല കേട്ടോ. അതുപോലെ തക്കാളി ചേർക്കണില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് മുളകും കുരുമുളകും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു മസാലേൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മുട്ടക്കറി കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കറിനേക്കാളും. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 150 ml പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പാലൊഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തീയൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് പാലായതുകൊണ്ട് അതും നമുക്ക് ടൈം കൂടുതൽ വേണ്ട. മറ്റേ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണമെങ്കിൽ നമുക്ക് തേങ്ങ ആദ്യം ചിരകണം, പിന്നെ പാലെടുക്കണം. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മുട്ടൻ്റെ പീസസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു അടുപ്പത്ത് മുട്ട പുഴുങ്ങി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ അടുപ്പത്ത് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടേത് കഴിയും കേട്ടോ പണിയൊക്കെ. ഈ മുട്ട നമുക്കിങ്ങനെ മുട്ടൻ്റെ മഞ്ഞ ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് ആ മഞ്ഞ സെപ്പറേറ്റ് ആയി പോവും. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ആ മഞ്ഞക്കൊന്നും സംഭവിക്കില്ല. മറ്റത് മഞ്ഞ കറിയിൽ അങ്ങോട്ട് മിക്സായി പോവും. അപ്പോൾ എല്ലാം ഞാൻ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം.
കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ആയതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണ മുകളിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം മതി നമുക്ക് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മല്ലിയിലൊക്കെ ഞാൻ അളവൊന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലേൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒക്കെ ഇട്ട് വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ മല്ലിയില അതിൻ്റെ മേളിലൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവം മതി നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മുട്ടക്കറിനേക്കാളും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഉള്ളി തക്കാളി ഒന്നും അരിഞ്ഞെടുക്കേണ്ട സമയമോ അത് മുഴുവൻ വഴറ്റിയെടുക്കുന്ന സമയം ഒന്നും ഇതിനാവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പൊറോട്ടൻ്റെ കൂടെ അതുപോലെ പൂരിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.